പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച നോമ്പും ഉപവാസവും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവല്ലോ അല്ലെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനത്തില് 12:12 വചനം പറയാണ്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. പ്രത്യാശ, എന്റെ ദൈവം എന്നെ കൈവെടിയുകയില്ല. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അയ്യോ എനിക്കിത് വന്നല്ലോ, അയ്യോ എനിക്കിത് വന്നല്ലോ, അങ്ങനെയല്ല. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. അടുത്തത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ആഴ്ച പിന്നെ പ്രാർത്ഥനയില്ല. അങ്ങനെ ആവരുത്. 3 കാര്യങ്ങൾ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ഈ കഷ്ടപ്പാടിനൊക്കെ പ്രതിഫലമുണ്ട്. എന്റെ യേശു അത് സ്വർഗമുണ്ട്. ഇന്ന് ശരിക്കും സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ, ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുന്നവർ പോലും, ഞാൻ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് പങ്കെടുക്കുന്ന ഒരു സംഭവം. ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. സംസാരിച്ച് ആയി വന്നപ്പോ എന്ത് കാര്യം വെച്ചാ ആര് കാണുന്നു? സ്വർഗമുണ്ട് അമ്മച്ചി, ഇത് സ്വർഗത്തിന് വേണ്ടി. എന്ത് സ്വർഗച്ചാ ആർക്കറിയാം? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ദിവ്യകാരുണ്യം സ്വീകരിച്ച് പള്ളിയിലെല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന ഒരു സഹോദരിയുടെ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സംഭവം. അതുകൊണ്ട് സ്വർഗം എന്നുള്ളത് ഈശോയുടെ ഏറ്റവും അടിസ്ഥാന പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, കത്തോലിക്ക ജീവിതം നയിച്ചിട്ട് പിന്നെ കാര്യമില്ല, ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെങ്കിൽ ഈശോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതാണ് ബേസ്മെന്റ് അവിടെയാണ്. പിന്നെ ബാക്കിയുള്ള ടീച്ചിങ് ഒക്കെ അതുമായി ബേസ്മെന്റ് കിടക്കുന്നത് ഈ സ്വർഗത്തിലാണ്. അല്ലാതെ നമ്മൾ ഈ ലോകപ്രകാരം ഈ ലോകത്തിലെ കുറെ രോഗങ്ങൾ മാറുന്നു, തകർച്ചകൾ മാറുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖല തുറക്കപ്പെടും, അതൊക്കെ സെക്കൻഡറി ആണ്. അത് സ്വർഗത്തിൽ പ്രത്യാശ അർപ്പിച്ചുള്ള ഒരു ജനത്തിന് കർത്താവ് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ നൽകും. അതാണ് അതിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സ്വർഗം എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ എനിക്കത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ ഒരു അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്ന് ഞാൻ ചിന്തിച്ചു പോയായിരുന്നു. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. ഓ ദൈവമേ, ഈ വചനത്തിന്റെ ഒരു അഭിഷേകം ഞങ്ങളെ നിറയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.